ഇയ്യോബ് അധ്യായം 11. അതിന് നയമാത്യനായ സോഫർ ഉത്തരം പറഞ്ഞെന്നാൽ, വാഗ്ബാഹുല്യത്തിന് ഉത്തരം പറയേണ്ടയോ? വിടുവാൻ നീതിമാനായിരിക്കുമോ? നിന്റെ വായ്പട കേടുള്ള പുരുഷന്മാർ മിണ്ടാതിരിക്കുമോ? നീ പരിഹസിക്കുമ്പോൾ നിന്നെ ലജ്ജിപ്പിപ്പാൻ ആരുമില്ലയോ? എന്റെ ഉപദേശം നിർമ്മലം എന്നും തൃക്കണ്ണിന് ഞാൻ വെടിപ്പുള്ളവനെന്നും നീ പറഞ്ഞുവല്ലോ. അയ്യോ, ദൈവാർളി ചെയ്യുകയും നിന്റെ നേരെ അതിരം തുറക്കുകയും ജ്ഞാനമർമ്മങ്ങൾ വിവിധ സാഫല്യമുള്ളവ എന്ന് നീ എന്നെ ഗ്രഹിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ, അപ്പോൾ നിന്റെ അകൃത്യം ഓരോന്നും ദൈവം ക്ഷമിച്ചിരിക്കുന്നതെന്ന് നീ അറിയുമായിരുന്നു. ദൈവത്തിന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവ്വശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാവുമോ? അത് ആകാശത്തോളം ഉയരമുള്ളത്, നീ എന്ത് ചെയ്യും? അത് പാതാളത്തെക്കാൾ അഗാധമായത്, നിനക്ക് എന്തറിയാം? അതിന്റെ പരിമാണം ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തെക്കാൾ വീതിയുമുള്ളത്. അവൻ കടന്നു വന്ന് ബന്ധിക്കുകയും വിസ്താരസഭയെ കൂട്ടുകയും ചെയ്താൽ അവനെ തടുക്കുന്നതാർ? അവൻ നിസ്സാരന്മാരെ അറിയുന്നുവല്ലോ. ദൃഷ്ടി വെക്കാതെ തന്നെ അവൻ ദ്രോഹം കാണുന്നു. പുനനായവനും ബുദ്ധി പ്രാപിക്കും. കാട്ടുകഴുതക്കുട്ടി മനുഷ്യനായി ജനിക്കും. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈ മലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അയറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും. നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയും ഇല്ല. അതെ, നീ കഷ്ടത മറക്കും. ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. നിന്റെ ആയുസ് മധ്യാഹ്നത്തെക്കാൾ പ്രകാശിക്കും, ഇരുൾ പ്രഭാതം പോലെയാകും. പ്രത്യാശയുള്ളതുകൊണ്ട് നീ നിർഭയനായിരിക്കും. നീ ചുറ്റും നോക്കി സ്വൈരമായി വസിക്കും. നീ കിടക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. പലരും നിന്റെ മമത അന്വേഷിക്കും, എന്നാൽ ദുഷ്ടന്മാരുടെ കണ്ണ് മങ്ങിപ്പോകും. ശരണം അവർക്ക് പോയി പോകും. പ്രാണനെ വിടുന്നത് അത്രേ അവർക്കുള്ള പ്രത്യാശ.